നമസ്തേ. കടമെടുക്കാൻ അനുവാദം നൽകുന്നില്ല, അതിന് അനുവാദം ലഭ്യമാക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് കേരളം സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. സുപ്രീം കോടതി നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കാനായിട്ട് ഇപ്പോൾ 2 തവണ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ തവണ പറഞ്ഞപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തു, കേസ് പിൻവലിക്കണം, ആ ഒരു കണ്ടീഷനിൽ 13,600 കോടി രൂപയും കൂടി ലഭ്യമാക്കാം എന്ന് കേന്ദ്ര സർക്കാർ സമ്മതിക്കുകയുണ്ടായി. എന്നാൽ കേസ് പിൻവലിക്കാൻ പറ്റില്ല. ആ കാര്യം കഴിഞ്ഞ ദിവസം കേസ് വിളിച്ചപ്പോൾ കേരളം കോടതിയിൽ ബോധിപ്പിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അങ്ങനെ കണ്ടീഷൻ വെക്കുന്നത് ശരിയല്ല, കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് കണ്ടീഷൻ വെക്കുന്നത് ശരിയല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 13,600 രൂപ നൽകുന്നു എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. അങ്ങനെ അത് ലഭ്യമാക്കി. ഇതിനോടൊപ്പം കേരള സർക്കാരിനോട് 13,600 കോടി രൂപ തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി ചോദിച്ചു. അതിനുള്ള കാരണമായിട്ടാണ് ഇങ്ങനെ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു. എന്താണ് ഈ കേസ്? ആർട്ടിക്കിൾ 131 പ്രകാരം സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ അവകാശം നൽകുന്ന വ്യവസ്ഥ അനുസരിച്ചാണ് ഈ കേസ് നൽകിയിട്ടുള്ളത്. എന്താണ് ഇവിടുത്തെ തർക്കം? കടമെടുപ്പ് തന്നെയാണ് തർക്കം. കടമെടുപ്പിൻ്റെ പ്രൊവിഷൻ എന്തൊക്കെയാണ്? 293 കടമെടുപ്പിനെ കുറിച്ച് പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ സംസ്ഥാന സർക്കാരുകൾക്ക് കടമെടുക്കാൻ അവകാശമില്ല. അങ്ങനെ കടമെടുക്കണമെന്നുണ്ടെങ്കിൽ, അനുമതിയില്ലാതെ കടമെടുക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻപുള്ള കടങ്ങളൊക്കെ അടച്ചു തീർത്തിരിക്കണം. അങ്ങനെ അടച്ചു തീർക്കാതെ കടമെടുക്കാൻ ശ്രമിച്ചാൽ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണമെന്ന് ആർട്ടിക്കിൾ 293 വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനുമതി കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് യുക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം എന്നും അതിൽ പറയുന്നു. ഇത്രയേ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ നിയമവശം. അപ്പം 131 പ്രകാരം 131 നമുക്ക് വരാം. 131 എന്തിനു വേണ്ടിയുള്ളതാണ്? സംസ്ഥാനങ്ങളും സർക്കാരും തമ്മിൽ, കേന്ദ്ര സർക്കാരും തമ്മിൽ ഒരു ലീഗൽ റൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കണം. തർക്കം ഉടലെടുക്കുന്ന ലീഗൽ റൈറ്റിൻ്റെ പ്രശ്നത്തിലാണെങ്കിൽ മാത്രമേ സുപ്രീം കോടതിക്ക് ഇടപെടാൻ അവകാശമുള്ളൂ. ലീഗൽ റൈറ്റ് ഇവിടെ ഏതാണ്? 293 പ്രകാരമുള്ളതാണ്. അതനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ലീഗൽ റൈറ്റ് വെസ്റ്റഡായിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾ മുൻപുള്ള മുഴുവൻ കടവും അടച്ചു തീർത്തിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് അനുമതി ഇല്ലാതെ തന്നെ അവർക്ക് കടമെടുക്കാം. അനുമതി കൊടുത്തുകൊള്ളണം സംസ്ഥാന സർക്കാരുകൾ ചോദിക്കുമ്പോഴെല്ലാം എന്നൊരു വ്യവസ്ഥ ഭരണഘടനയിൽ ഇല്ല. അപ്പം പിന്നെ എന്തനുസരിച്ചാണ്, എന്ത് ലീഗൽ റൈറ്റിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്? സുപ്രീം കോടതിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് തങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറയുന്നത്. 13,600 കോടി കൊടുത്തു, ഇനി ഒരു 15,000 കോടി കൂടെ വരാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് സുപ്രീം കോടതി? സുപ്രീം കോടതി റോൾ അവിടെ എന്താണ്? ഒരു റോളും ഇല്ല എന്നുള്ളതാണ് സത്യം. സുപ്രീം കോടതി ഈ കേസ് വന്ന ഉടനെ തന്നെ ഇവിടെ ഒരു റോളുമില്ല എന്ന് പറഞ്ഞ് ആ കേസ് അപ്പോഴേ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. ഇവിടെ ശമ്പളം കൊടുക്കാൻ പോലും പണം തികയുന്നില്ല, മറിച്ചാണെന്ന് പറഞ്ഞ് കഷ്ടപ്പാടുകൾ പറഞ്ഞ് സുപ്രീം കോടതിയുടെ കാരുണ്യം അപേക്ഷിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഇത് ഈ കാരുണ്യ അപേക്ഷകൾക്ക് ചെവി കൊടുക്കാൻ സുപ്രീം കോടതി തയ്യാറാവാൻ പാടില്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി നോക്കേണ്ടത്. ഇവിടെ നിയമപരമായിട്ട് ഒരു നിയമലംഘനവും സംഭവിച്ചിട്ടില്ല. ഭരണഘടനയിലുള്ള പ്രകാരമാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഈ സുപ്രീം കോടതിക്ക് ഇടപെടാൻ യാതൊരു പഴുതുമില്ല. അവർ ഇത് അനാവശ്യമായിട്ട് ഇടപെടുകയാണ്. സുപ്രീം കോടതിക്ക് ഇടപെടാൻ പഴുതുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ കക്ഷികൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ എന്ന് പറയാൻ പാടില്ല.
അങ്ങനെ കക്ഷികൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന കേസാണെങ്കിൽ പിന്നെ സുപ്രീം കോടതി കേസ് കെട്ടെടുത്ത് അവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? അതെടുത്ത് ഉടനെ കളയേണ്ടതല്ലേ? വെറുതെ സമയം കളയുന്നത് എന്തിനാണ്? ഇമ്മാതിരി ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത കേസുകളിൽ പോയി തലയിട്ട് സുപ്രീം കോടതി ഓരോരോ വിധികൾ പ്രസ്താവിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് കൂടി വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണം അടുത്തിടെ നടന്നിട്ടുള്ളതിലും കേരളം ഒരു പാർട്ടിയാണ്. അതായത് സംസ്ഥാന ഗവർണർ ബില്ലുകൾ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ വന്നാലുടൻ ഒന്നിൽ അംഗീകാരം നൽകണം, അല്ലെങ്കിൽ വിത്ത്ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ കേന്ദ്ര പ്രസിഡന്റിന് അയച്ചു കൊടുക്കണം. ഈ 3 കാര്യങ്ങളാണ് ഭരണഘടന 200-ാം വകുപ്പ് പ്രകാരം ഗവർണറുടെ മേൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. ഈ 3 രീതിയിൽ ബില്ലുകൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഗവർണർക്കുണ്ട്. ഇനി ഇതിലും 3ലും പെടാതെ വേണമെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട് ബില്ലിൽ, എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നിർദ്ദേശിച്ചുകൊണ്ട് വേണമെങ്കിൽ തിരിച്ചയക്കാം ബില്ല്. അപ്പോൾ സുപ്രീം കോടതി ഇപ്പം വ്യാഖ്യാനിച്ച് കണ്ടെത്തിയിരിക്കുന്ന പറഞ്ഞാൽ വിത്ത്ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചയച്ചിരിക്കണം എന്നാണെന്നാണ്. അതിനകത്ത് ആ ഒരു സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് വായിച്ചാലും അങ്ങനെ ഒരു 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 ഇൻഫറൻസ് എടുക്കാൻ പറ്റില്ല. ഇപ്പം വിത്ത്ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ആര്? രാഷ്ട്രപതി. സുപ്രീം കോടതി അവിടെയും ഇത് അപ്ലൈ ചെയ്യുമോ? ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിച്ച് ഗവർണർക്കും അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളും നിർദ്ദേശം നൽകാൻ സുപ്രീം കോടതി മുതിരുന്നത് നിർഭാഗ്യകരമാണ്. അത് ഭരണഘടനയുടെ തകർച്ചയ്ക്ക് വഴിവെക്കുകയുള്ളൂ. ഈ സുപ്രീം കോടതി ഒരു സാമാന്യ യുക്തിക്കും സാമാന്യ നീതിക്കും നിരക്കാത്ത കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊണ്ടിരുന്നാൽ ഭരണകർത്താക്കൾ എന്ത് ചെയ്യും? എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യും? മറ്റുള്ളവരെന്ത് ചെയ്യും? ഇത് പാടില്ല. പിന്നീട് ഒരു 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞിട്ട് തിരുത്തിയിട്ട് എന്ത് പ്രയോജനം? അങ്ങനെ ഇപ്പോൾ ഒരെണ്ണം തിരുത്തിയല്ലോ. പാർലമെൻറ്റിൽ വോട്ട് ചെയ്യുന്നതിന് കോഴ വാങ്ങിച്ചാൽ പാർലമെൻറ്റിലായതുകൊണ്ട് കുഴപ്പമില്ല, നിയമസഭാംഗങ്ങൾ അല്ലെങ്കിൽ ലോക്സഭാംഗങ്ങൾക്ക് പ്രശ്നമില്ല, അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നേരത്തെ ഒരു വിധി പ്രസ്താവിച്ചിരുന്നു. ഇപ്പം എന്താ തിരുത്തിയിരിക്കുന്നു? ഇനി എന്ത് പ്രയോജനമാണ്? ഇനി വരുന്ന ആളുകൾക്ക് അത് ഒരു പാഠമായിരിക്കാം. പിന്നെ ഇനി കുറേ കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ഒരു ബെഞ്ചിരുന്നിട്ട് അത് വീണ്ടും തിരുത്തുമോ? ഇങ്ങനെ തിരുത്താൻ പാടില്ല. ഇങ്ങനെ തിരുത്താൻ തക്കവണ്ണമുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ പാടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. സാമാന്യ നീതിക്ക് നിരക്കാത്തതും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായ 2-3 കേസുകൾ ഇപ്പം അടുത്തിടെ സംഭവിച്ചിരിക്കുന്നു. ഒന്ന് ഗവർണറുടെ വിത്ത്ഹോൾഡ് ചെയ്യാനുള്ള അവകാശത്തിന്മേൽ ഉള്ള ഇൻ്റർപ്രട്ടേഷൻ, അത് തെറ്റാണ്. ഇപ്പോൾ പ്രസിഡന്റിനും വിത്ത്ഹോൾഡ് ചെയ്യാൻ അധികാരം, പ്രസിഡന്റിനോട് ഉടനെ തിരിച്ചയക്കണമെന്നും നിയമസഭ രണ്ടാമതും പാസ്സാക്കി അംഗീകരിക്കണമെന്നും പറയുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഭരണഘടന തകർന്നു. ഒരു പാസ്സാക്കാൻ പാടില്ലാത്ത ഒരു നിയമം സംസ്ഥാന നിയമസഭ പാസ്സാക്കിയാൽ അത് രണ്ടാമതും പാസ്സാക്കിയാൽ അംഗീകരിച്ചു കൊടുത്തുകൊള്ളണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയുടെ തകർച്ചയല്ലാതെ മറ്റൊന്നുമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു കേസ് ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം. ഇലക്ട്രൽ ബോണ്ട് ആ ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനം തന്നെ കൊണ്ടുവന്നത് കുറച്ചൊക്കെ ഇതിനകത്ത് കള്ളപ്പണത്തെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ കള്ളപ്പണത്തെ ഒഴിവാക്കുന്നതിന് വേറെ മാർഗങ്ങളുണ്ട്, കള്ളപ്പണം ഇല്ലാതാക്കാൻ വേറെ മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി വേറെ മാർഗങ്ങളുണ്ട് അത് പ്രയോഗിക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ ഫണ്ടിങ്ങിലുള്ള കള്ളപ്പണം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൊണ്ടുവന്നത്. അത് ആളുകളുടെ അറിയാനുള്ള അവകാശത്തെ ധ്വംസിക്കുന്നു എന്നുള്ള കാരണത്താൽ ആ സമ്പ്രദായം തന്നെ നിർത്തലാക്കിയാണ്. എന്ത് പ്രയോജനം? കള്ളപ്പണം വീണ്ടും ഇലക്ഷൻ രംഗത്തേക്ക് ഒഴുകും. ഇപ്പം മറ്റേതാണെങ്കിൽ ഇത്ര ആയിരം രൂപ ഒരു പാർട്ടിക്ക് കിട്ടി, ഇത്ര കോടി രൂപ കിട്ടി എന്നൊരു കണക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ കണക്കൊന്നുമില്ല. ഇവരാരും ഇതൊന്നും കണക്കിൽ കൊള്ളിക്കത്തില്ല. ഇവിടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം, നേതാക്കന്മാരിങ്ങനെ 2 കൈ നീട്ട് ഓടി നടന്ന് പൈസ വാങ്ങിക്കുകയാണ്. ഇതൊക്കെ പാർട്ടിയുടെ അക്കൗണ്ടിൽ പോകുന്നുണ്ടോ? ഇല്ല. ഉണ്ടെന്നുള്ളതിന് ഉറപ്പില്ല. അപ്പം അതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അത് ആ സ്ഥിതിയിലേക്ക് ഈ ഇലക്ട്രൽ സംവിധാനത്തെ തിരിച്ചു കൊണ്ടുവരികയാണ് സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത്. ഇമാതിരി ഉത്തരവുകൾ പുറപ്പെടുവിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? എങ്ങനെ അത് സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കും? ഇങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. സുപ്രീം കോടതി വാസ്തവത്തിൽ ഭരണഘടനയെ തകർക്കരുത് എന്നുള്ളതാണ് ഈ കേരള സംസ്ഥാനം കൊടുത്തിരിക്കുന്ന ലോൺ എടുക്കാനുള്ള അവകാശം വേണമെന്നുള്ള കേസ്
ഉടനെ തന്നെ തള്ളിക്കളയേണ്ടതാണ് സുപ്രീം കോടതി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.